ഹായ്. അപ്പോൾ ഇന്നത്തെ അടപ്പിഞ്ചിന്റെ റെസിപ്പി ഒരു വഴുതനങ്ങ മെഴുക്കുവരട്ടിയാണേ. സാധാരണ ഈ ഒരു വഴുതനങ്ങ മെഴുക്കുവരട്ടീനോട് പലർക്കും യാതൊരു താല്പര്യവും കാണത്തില്ല. കുഴഞ്ഞു പോകുമെന്നൊക്കെ ഓർത്തിട്ടാണ് ഈ ഒരു വഴുതനങ്ങ മെഴുക്കുവരട്ടീനോട് അധികം താല്പര്യമില്ലാത്തത്. പക്ഷേ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഇത് ഒട്ടും തന്നെ കുഴഞ്ഞു പോകാതെ അതേപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. സാധാരണ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന മെഴുക്കുവരട്ടിയിൽ നിന്നും കുറച്ചൊരു ഡിഫറെൻ്റ് ആയിട്ടാണ് ഞാനിവിടെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ ഇതെങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു മെഴുക്കുവരട്ടിയുടെ റെസിപ്പിയിലോട്ട് കയറുന്നതിന് മുമ്പ് നമ്മുടെ ഈ ഒരു ബ്രിഞ്ചോളിൻ്റെ ഗുണങ്ങളും അതേപോലെ തന്നെ നിങ്ങളുടെ കയ്യിൽ വലിയ ബ്രിഞ്ചോളാണ് കിട്ടുന്നതെങ്കിൽ അതെങ്ങനെ സെലക്ട് ചെയ്യണമെന്നും ഒട്ടും തന്നെ കയ്പില്ലാത്തത് മെയിൽ ഫീമെയിൽ നോക്കി നമ്മൾ എങ്ങനെയാണ് എടുക്കേണ്ടതെന്നൊക്കെ എൻ്റെ പഴയ ബ്രിഞ്ചോൾ ഫ്രൈഡ് റെസിപ്പിയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും ഇതിൻ്റെ ഗുണങ്ങളും അതേപോലെ തന്നെ ഇതെങ്ങനെയാണ് സെലക്ട് ചെയ്യേണ്ടതെന്നും. ഓക്കെ, ഇനി നമ്മുടെ മെഴുക്കുവരട്ടിക്ക് വേണ്ടി ഞാൻ ഈ ഒരു സൈസിലുള്ള 2 ബ്രിഞ്ചോളാണ് എടുത്തിരിക്കുന്നത്. നമ്മളിത് ഉണ്ടാക്കി കഴിയുമ്പോൾ ഇതിൻ്റെ സൈസ് വളരെ ചുരുങ്ങും. അതുകൊണ്ടാണ് ഈ ഒരു വലിപ്പത്തിലുള്ള 2 എണ്ണം ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് 2 പേർക്ക് കഴിക്കാനുള്ള മെഴുക്കുവരട്ടിയുടെ അളവാണ് ഞാനിവിടെ കാണിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻസിൻ്റെയും ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ നോക്കിയാൽ നിങ്ങൾക്ക് കറക്റ്റ് അളവ് മനസ്സിലാകും. പിന്നെ നമ്മൾ വഴുതനങ്ങ എപ്പോൾ ഉണ്ടാക്കിയാലും ഇത് കുറച്ചൊരു ഉപ്പുവെള്ളത്തിലോട്ട് വേണം നമ്മൾ കട്ട് ചെയ്തതിന് ശേഷം ഇട്ട് കൊടുക്കാൻ. അങ്ങനെ ചെയ്യുവാണെങ്കിൽ ഇതിൻ്റെ കളറൊന്നും മാറാതെ, അതായത് ഇത് ഓക്സിഡൈസ് ആകാതെ തന്നെ ഇതിനകത്ത് എന്തെങ്കിലും കറയോ കയ്പോ ഒക്കെ ഉണ്ടെങ്കിൽ ആ ഒരു വെള്ളത്തിനകത്തോട്ട് വീണിട്ട് ആ ഒരു ടേസ്റ്റ് ഒക്കെ മാറി ഇത് പിഴിഞ്ഞിട്ട് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഇതിനൊരു പ്രത്യേക ടേസ്റ്റ് കാണും. ഓക്കെ, അപ്പോൾ ഇത് കട്ട് ചെയ്തിട്ട് കൊടുക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു പാത്രം എടുത്ത് അതിനകത്തോട്ട് കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് കുറച്ച് ഉപ്പിട്ടതിന് ശേഷം ശരിക്കും ഒന്ന് ഇളക്കിയിട്ട് ഇതിനകത്തോട്ട് വേണം അരിഞ്ഞിട്ട് കൊടുക്കാം. നമ്മൾ ഈ പൊട്ടറ്റോ ഒക്കെ ആണെങ്കിലും അരിഞ്ഞു കഴിയുമ്പോൾ അതിൻ്റെ കളർ മാറില്ലേ, അതുപോലെ തന്നെയാണ് ഈ ഒരു ബ്രിഞ്ചോളും. അപ്പോൾ ഈ ഒരു കാര്യം എപ്പോഴും നിങ്ങളൊന്ന് ശ്രദ്ധിക്കണേ. ഇപ്പം ഞാൻ ആ 2 ബ്രിഞ്ചോളും കട്ട് ചെയ്തതിന് ശേഷം ഈ ഒരു വെള്ളത്തിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സൈസിലാണ് ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഒത്തിരി വലുതും അല്ല, പക്ഷെ ഒത്തിരി ചെറുതും അല്ല. ഇതിനി നമ്മൾ ഈ വെള്ളത്തിൽ കിടക്കട്ടെ. ഇതിനി മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് നമ്മുടെ മെഴുക്കുവരട്ടി ഉണ്ടാക്കിയെടുക്കാൻ തുടങ്ങാം. ഇവിടെ ഒരു പരന്ന പാൻ വെച്ചിട്ട് ഞാൻ കുറച്ച് കോക്കനട്ട് ഓയിൽ ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇപ്പോഴും നമ്മുടെ മെഴുക്കുവരട്ടിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് കോക്കനട്ട് ഓയിൽ തന്നെ യൂസ് ചെയ്യുന്നതാണ് കൂടുതൽ ടേസ്റ്റ്. ഈ ഒരു എണ്ണയിലോട്ട് നമുക്ക് കുറച്ച് ഗാർലിക്ക് ചതച്ചതിന് ശേഷം ഇട്ട് കൊടുക്കാം. ഇവിടെ ഞാനൊരു 3 തൊട്ട് 4 ഗാർലിക്ക് ശരിക്കും ഒന്ന് ചതച്ചതിന് ശേഷമാണ് ഈ ഒരു എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ ഈ ഒരു ബ്രിഞ്ചോളിൻ്റെ റെസിപ്പീസിലൊക്കെ ഗാർലിക്ക് യൂസ് ചെയ്യുമ്പം അതിനൊരു പ്രത്യേക ടേസ്റ്റ് കാണും. അതുകൊണ്ടാണ് ഞാനിവിടെ ഗാർലിക്ക് യൂസ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഇതിൻ്റെ ഫ്രൈ ഉണ്ടാക്കുന്ന സമയത്തായാലും ആ ഒരു മുളക് പൊടിയുടെ ഒക്കെ കൂടെ കുറച്ചൊരു ഗാർലിക്കിൻ്റെ പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. അതേപോലെ തന്നെ എപ്പോഴും ഗാർലിക്കിൻ്റെ ടേസ്റ്റും അതേപോലെ തന്നെ കൂടുതൽ കറിവേപ്പിലയും ചേർത്ത് കഴിഞ്ഞാൽ ഇങ്ങനെ വഴുതനങ്ങ ഏത് രീതിയിൽ ഉണ്ടാക്കിയാലും അതിന് ടേസ്റ്റ് കൂടും. നിങ്ങളിങ്ങനെ ഒന്ന് നോക്കേ. ഇപ്പോൾ നമ്മുടെ ഗാർലിക് ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇതിനകത്തോട്ട് 8 തൊട്ട് 10 കൊച്ചുള്ളിയും കുറച്ച് കറിവേപ്പിലയും കൂടി ഒരുമിച്ചിട്ടിട്ട് അരിഞ്ഞതിന് ശേഷം ഞാനിവിടെ ഒരു പാത്രത്തിൽ എടുത്തിട്ടുണ്ട്. അതും കൂടി ഈ ഒരു എണ്ണയിലോട്ട് ഇട്ട് കൊടുത്തിട്ട് ശരിക്കും ഒന്ന് ഇളക്കിയെടുക്കാം. എനിക്കിവിടെ ഷാലസ് എന്ന് പറഞ്ഞുകൊണ്ട് മേടിക്കാൻ കിട്ടുന്നത് ഈ ഒരു സൈസിലുള്ളതാണ്. അതുകൊണ്ടാണ് ഞാനിവിടെ അരിഞ്ഞെടുത്തിരിക്കുന്നത്. പക്ഷെ നിങ്ങളുടെ കയ്യിൽ കൊച്ചുള്ളി ആണെങ്കിൽ അത് ചതച്ചെടുത്താലും മതി, അതായിരിക്കും കൂടുതലും നല്ലത്. ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ എടുക്കുന്നതിന് പകരമായിട്ട് ആ ഒരു ഗാർലിക് നമ്മൾ ഫസ്റ്റ് ഇട്ട് കൊടുത്തില്ലേ, അതും ഈ ഒരു ഉള്ളിയും കുറച്ച് കറിവേപ്പിലയും കൂടി ഒരുമിച്ചിട്ടിട്ട് വേണമെങ്കിലും ചതച്ചെടുത്തതിന് ശേഷം എണ്ണയിലിട്ടിട്ട് മൂപ്പിച്ചെടുക്കാവുന്നതാണ്. ഇപ്പം നമ്മൾ ഇട്ട് കൊടുത്തേക്കുന്ന ആ ഒരു ഉള്ളിയിലെ വെള്ളമെല്ലാം മാറി ശരിക്കും ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൊണ്ട് ഇട്ട് കൊടുത്ത് ശരിക്കും ഒന്ന് ഇളക്കിയെടുക്കാം. ഈ ഒരു റെസിപ്പിക്കകത്ത് ഞാൻ ഉണക്കമുളകും അതേപോലെ തന്നെ കടുകും യൂസ് ചെയ്യാറില്ല. ഇനി നിങ്ങൾക്ക് അത് വേണമെങ്കിൽ ഫസ്റ്റ് നമ്മൾ എണ്ണയിലോട്ട് ഗാർലിക് ഇട്ട് കൊടുത്തില്ലേ, അതിന് പകരമായിട്ട് കുറച്ച് കടുകും അതേപോലെ തന്നെ ഉണക്കമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് അതൊന്ന് മൂത്ത് കഴിയുമ്പോൾ ഗാർലിക്കും ബാക്കിയുള്ളതെല്ലാം ചെയ്താൽ മതിയേ. ഇനി ഏകദേശം ഒരു 3/4 ടേബിൾ സ്പൂണോളം ക്രഷ്ഡ് ചില്ലിയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇത് ശരിക്കും ഒന്നും കൂടി ഇളക്കിയെടുക്കാം. ഞാൻ ഈ ഒരു റെസിപ്പിക്കകത്ത് പച്ചമുളകല്ല എരിവിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. അതിന് പകരമായിട്ട് ക്രഷ്ഡ് ചില്ലിയും അതേപോലെ തന്നെ മുളക് പൊടിയാണ്. ഇതിലോട്ട് ഞാൻ ഇനി ഒരു ടേബിൾ സ്പൂണോളം നല്ല മുളക് പൊടി ഇട്ട് കൊടുക്കുകയാണ്. ഇനി നിങ്ങൾക്ക് കൂടുതൽ കളർ വേണമെങ്കിൽ ഇതിന് പകരമായിട്ട്, അതായത് 1 ടേബിൾ സ്പൂൺ നല്ല മുളക് പൊടി ഇട്ട് കൊടുക്കുന്നതിന് പകരമായിട്ട് പകുതി നല്ല മുളക് പൊടിയും പകുതി കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുത്തിട്ട് ശരിക്കും ഒന്ന് ഇളക്കിയെടുത്താൽ മതിയേ. ഈ ഒരു മസാലയൊക്കെ ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ വെള്ളത്തിലിട്ട് വെച്ചേക്കുന്ന ബ്രിഞ്ചോളില്ലേ, അത് ശരിക്കും ഒന്ന് സ്ക്യൂസ് ചെയ്തിട്ട് അതിനകത്ത് വെള്ളമെല്ലാം മാറ്റിയിട്ട് നമുക്ക് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ആ ഒരു ബ്രിഞ്ചോൾ മുഴുവൻ ഞാൻ ആ ഒരു വെള്ളത്തിനകത്തുനിന്ന് മാറ്റിയിട്ട് ശരിക്കും ഒന്ന് പിഴിഞ്ഞെടുത്തോണ്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ നോക്കിയാലും മനസ്സിലാകും അതിൻ്റെ കളറൊന്നും ഒട്ടും തന്നെ മാറിയിട്ടില്ല. ഇനി ഇത് നമുക്ക് ആ ഒരു മസാലക്കൂട്ടിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ട് ശരിക്കും ഒന്ന് ഇളക്കിയെടുക്കാം.
സാധാരണ നമ്മൾ ഒരു വെജിറ്റബിൾസും ഇങ്ങനെ കട്ട് ചെയ്തതിന് ശേഷം വെള്ളത്തിനകത്തിട്ടിട്ട് സ്ക്യൂസ് ചെയ്തെടുക്കാറില്ല. ഇനി നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യുന്നതിനോട് താല്പര്യമില്ലെങ്കിൽ, അതായത് ഇങ്ങനെ ചെയ്യുമ്പോൾ ഇതിനകത്ത് ന്യൂട്രിയൻസ് ഒക്കെ പോകുന്നെന്നൊക്കെ നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ ഇങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല. നമ്മൾ ഈ മസാല റെഡിയാക്കത്തില്ലേ, ആ ഒരു സമയത്ത് തന്നെ നിങ്ങൾ അരിഞ്ഞിട്ട് ഡയറക്റ്റ് ഇട്ട് കൊടുത്തിട്ട് ശരിക്കും ഒന്ന് ഇളക്കിയെടുത്താൽ മതി. പക്ഷേ എനിക്ക് ഈ ഒരു രീതിയിൽ സ്ക്യൂസ് ചെയ്ത് കളഞ്ഞിട്ട് ഉണ്ടാക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് തോന്നാറ്. അതുപോലെ തന്നെ ഒട്ടും തന്നെ കുഴഞ്ഞു പോകാതെ എനിക്ക് കിട്ടാറുണ്ട്. ഞാൻ അതുകൊണ്ടാണ് ഈ ഒരു രീതിയിൽ കാണിച്ചു തരുന്നത്. ഇനി ഗ്യാസ് ഒന്ന് ഇച്ചിരി കുറച്ചതിന് ശേഷം ഇത് നമുക്ക് അടച്ചു വെച്ച് ഒരു 5 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ചെറിയ തീയിൽ ഞാനൊരു 5 മിനിറ്റ് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിയാലും മനസ്സിലാകും അതിൻ്റെ കളറൊക്കെ ചെറുതായിട്ടൊന്ന് മാറിയിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് നമുക്കൊരു സാധനം ഒഴിച്ചു കൊടുക്കണം. അതാണ് ഒരു ടേബിൾ സ്പൂൺ നാരങ്ങാനീര്. നമ്മൾ ഈ ഒരു നാരങ്ങാനീര് ഈ ഒരു ബ്രിഞ്ചോളിലോട്ട് ഒഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റായിട്ട് മാറും ഈ ഒരു മെഴുക്കുവരട്ടിക്ക്. കേരള സ്റ്റൈൽ മെഴുക്കുവരട്ടിയിൽ ലൈം ജ്യൂസ് ഒഴിക്കുന്നതിന് എന്നെ ചീത്ത വിളിക്കരുത്. ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അതുകൊണ്ടാണ് ഞാൻ ഫസ്റ്റിലേ പറഞ്ഞത് ഇതൊരു വേറെ രീതിയിലാണ് ഞാനിവിടെ ഉണ്ടാക്കി കാണിക്കുന്നതെന്ന്. നമ്മളിങ്ങനെ നാരങ്ങാനീരും കൂടി ചേർത്തിട്ട് മെഴുക്കുവരട്ടി ഉണ്ടാക്കുമ്പോൾ നമ്മുടെ മെഴുക്കുവരട്ടിക്ക് ഒരു ചെറിയ പുളിയും കൂടി വരും. അത് ഒത്തിരി ഓവർ ആവത്തില്ല, ഒരു മൈൽഡ് ആയിട്ടുള്ളൊരു ഫ്ലേവർ ആയിരിക്കും. നിങ്ങളിങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾക്ക് ആ ഒരു നാരങ്ങാനീരിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ഇതിനി നമുക്ക് മൂടി വെച്ചതിന് ശേഷം ഒരു 5 മിനിറ്റും കൂടി വേവിച്ചെടുക്കാം. ഇപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞു. നമ്മുടെ ബ്രിഞ്ചോൾ ഒരു 1/4 ഭാഗത്തോളം വെന്തിട്ടുണ്ട്. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ ഇതിനകത്ത് കുറച്ചും കൂടി ഉപ്പിൻ്റെ ആവശ്യമുണ്ട്. അതുകൊണ്ട് ഞാൻ കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുക്കുവാണേ. ഇനി ഇതിനകത്തോട്ട് നമുക്ക് കുറച്ച് കൂടുതൽ കറിവേപ്പിലയും കുറച്ച് പച്ചവെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് ഒരു 3-4 മിനിറ്റും കൂടി ഒന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഇതിനെ തുറന്നിട്ട് നമുക്കൊന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ബ്രിഞ്ചോൾ ശരിക്കും വെന്തിട്ടുണ്ട്. നമ്മൾ ആ ഒരു കറിവേപ്പിലയും വെളിച്ചെണ്ണയൊക്കെ ശരിക്കും ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒന്നും കൂടി ഒന്ന് ശരിക്കും ഇളക്കി കൊടുക്കുന്നത്. ഇതിലോട്ട് ഇനി ഒരു 3 പിഞ്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ടതിന് ശേഷം നമുക്ക് ശരിക്കും ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ കുരുമുളക് പൊടിയും കൂടി ചേർത്തതിന് ശേഷം നമ്മുടെ ഗ്യാസ് കുറച്ച് കൂട്ടിയിട്ടതിന് ശേഷം ഈ ഒരു ബ്രിഞ്ചോൾ നമുക്കൊന്ന് മൊരിയിച്ചെടുക്കണം. അതായത് ഒരു 3-4 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം ഈ ഒരു ബ്രിഞ്ചോൾ പീസസിൻ്റെ എല്ലാ ഭാഗവും ജസ്റ്റ് ഒരു ബ്രൗൺ കളർ ആകുന്നിടം വരെ ശരിക്കും നമുക്കൊന്ന് മൊരിയിച്ചെടുക്കാം. ഇപ്പം ഞാൻ തീ കൂട്ടിയിട്ടിട്ട് അതിൻ്റെ എല്ലാ ഭാഗവും ശരിക്കും ഒന്നും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുത്തു. നിങ്ങൾക്ക് നോക്കിയാലും മനസ്സിലാകും അതിൻ്റെ ചില ഭാഗങ്ങളിലൊക്കെ ചെറുതായിട്ടൊരു ബ്രൗൺ കളർ ആയിട്ടുണ്ട്. പക്ഷെ ഒട്ടും തന്നെ കരിഞ്ഞിട്ടുമില്ല. അതേപോലെ തന്നെ ഒട്ടും കുഴഞ്ഞും പോയിട്ടില്ല. എല്ലാ കഷ്ണങ്ങളും ഇങ്ങനെ വേറിട്ട് തന്നെയാണ് കിടക്കുന്നത്. ഇപ്പോൾ നമ്മുടെ മെഴുക്കുവരട്ടി റെഡിയാണ്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം ഇത് ചൂടോടുകൂടെ തന്നെ സെർവ് ചെയ്യാവുന്നതാണ്. ഇത് ചപ്പാത്തിയോട് കൂടെ ആണെങ്കിലും നിങ്ങൾക്ക് കഴിക്കാൻ പറ്റും. അതേപോലെ തന്നെ ചോറിൻ്റെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ ബ്രിഞ്ചോൾ ഇഷ്ടമുള്ളവരും ഇഷ്ടമില്ലാത്തവരും ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി നോക്കേ, എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ ഇന്നത്തെ റെസിപ്പി വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ ഒരു വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനും മറക്കരുത്. അതേപോലെ തന്നെ ബ്രിഞ്ചോൾ ഇഷ്ടമുള്ള ആർക്കെങ്കിലും ഈ ഒരു വീഡിയോയും കൂടി ഷെയർ ചെയ്യണേ. അപ്പോൾ അടുത്ത റെസിപ്പിയായിട്ട് വരുന്നിടം വരെ താങ്ക് യു. ഇവിടെ US സ്നോ വീഴാൻ തുടങ്ങി. അതുകൊണ്ട് പുറത്ത് ഭയങ്കര തണുപ്പാണ്. ഞാൻ വലിയ കാര്യത്തിന് റോഡിൽ ആഡ് പെഞ്ച് എഴുതാൻ വേണ്ടി പോയതാണ്. പക്ഷേ ആഡ് എഴുതിയപ്പം തന്നെ എൻ്റെ കാറ്റ് പോയി തണുത്ത് മരിച്ച് ഞാൻ തിരിച്ചു പോന്നു. അകത്ത് ഇവിടെ ഹസ്ബൻഡ് ആ ഒരു തണുപ്പത്ത് കഴിക്കാൻ വേണ്ടിയിട്ട് കാന്താ ബജി ഉണ്ടാക്കുകയാണ്.